എല്ലാം ഒരു സൈഡിലോട്ട് പോലെ നിങ്ങൾക്ക് മതിയെങ്കിൽ പോവാം. ഒന്ന് പോരാ, ഒന്നുകൂടെ പിടി. എല്ലാവരും കൂടി ആ സൈഡിൽ പോകല്ലേ. ചിക്കൻ ഞാൻ ബിജു കുളങ്ങര. ഇപ്പോൾ ലക്ഷദ്വീപിലെ ചെറിയൻ ദ്വീപിലെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ആൾപ്പാർപ്പില്ലാത്തൊരു ദ്വീപാണ്. നമുക്ക് ബാക്കിൽ നിങ്ങൾക്ക് കാണാം കണ്ടൽക്കാടുകൾ, സമൃദ്ധമായ കണ്ടൽക്കാടുകളുള്ളൊരു സ്ഥലമാണ് ഈ ചെറിയൻ ദ്വീപ്. മാത്രമല്ല ഇവിടെ ആഴം വളരെ കുറവാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ആഴം വളരെ കുറവാണ് എന്നുള്ളതാണ്. നമുക്ക് കാണാം, ഞാൻ വളരെ ആഴം കുറവാണ്. അതാണ് ഈ ചെറിയ ദ്വീപിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സുഹൃത്തിലല്ല ഗ്രില്ല് ചെയ്ത്. സുഹൃത്തുക്കളെ, ഇവിടുന്ന് ഇപ്പോൾ പിടിച്ച കടലിൽ നിന്ന് പിടിച്ച മത്സ്യമാണത്. എന്താ ഇതിൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ? ഹമൂറോ? അല്ല 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 ഒരു പേര് പറഞ്ഞാൽ കോമൺ ആയിട്ട് ലഗൂൺ ഫിഷാണ്. അതാണ് നല്ല ജീവനുണ്ട്. ചെകിള കണ്ട ശ്വാസം എടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നല്ല ഒരെണ്ണം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. വായിൽ കൈയിട്ട് നോക്കുന്നില്ല, പണി കിട്ടും, കടിക്കും. ലഗൂൺ ഫിഷ്. അപ്പോൾ ഈ ലക്ഷദ്വീപിൽ ഈ സമുദ്രത്തിൽ കാണപ്പെടുന്ന നല്ല രുചികരമായ മത്സ്യവിഭവങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇത്. എൻ്റെ പേര് സയൻറ്റിഫിക് നെയിമൊന്നും അറിയാൻ വയ്യ. സുഹൃത്തുക്കളെ, ചെറിയൻ ദ്വീപിൻ്റെ മറ്റൊരു വശമാണിത്. നിങ്ങൾക്ക് കാണാം, ഇവിടെ ശക്തമായ തിരയുണ്ട്. അതാണ് ഇവിടെ ഈ ഭാഗത്തിനുള്ളത്. അപ്പോൾ ആഴം കുറവായതുകൊണ്ട് തന്നെ ശക്തമായ തിരയുണ്ട്. നിങ്ങൾക്ക് കാണാം, തിര അടിക്കുന്നത് കാണാം. ഏറ്റവും സന്തോഷകരമായി തോന്നിയത് ഇവിടെ ഈ കിടക്കുന്ന കല്ലുകളാണ്. ഒരുപക്ഷെ ശക്തമായ തിര അടിക്കുന്നത് കൊണ്ടാവാം കല്ലുകൾക്കെല്ലാം വളരെ വ്യത്യസ്തമായ രൂപമാണ് നിങ്ങൾ കാണുന്നത്. പ്രകൃതി എന്ന് പറയുന്നത് വലിയൊരു ശില്പിയാണ്. ആ ശില്പി കൊത്തിയെടുത്ത വ്യത്യസ്ത തരത്തിലുള്ള ശില്പങ്ങളാണ് ഈ കിടക്കുന്നത്. കടൽ തീരത്ത് കിടക്കുന്നത് ചെറിയ ദ്വീപ്. ലക്ഷദ്വീപിലെ ഒരു ആൾപ്പാർപ്പില്ലാത്തൊരു ദ്വീപാണിത്. നമ്മളെ ഈ ഭൂമി മനുഷ്യർക്ക് വളരെ സന്തോഷകരമായ ആനന്ദകരമായി ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം പ്രകൃതി സദ്യകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നമ്മളെ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നത്. നോക്കണേ, സമൃദ്ധമായ ഞൊങ്ങുണ്ട്. ഞൊങ്ങ് തിരക്കാണ് ഞാൻ നടന്നത്. അതാണ്ട് ഇവിടെ ഞൊങ്ങ് ധാരാളമായി ഉണ്ട്. ഇതൊക്കെ വളർന്നതാണ്. ഇതിനകത്ത് ചിലപ്പം ഉണ്ട് ഞൊങ്ങ്. ഇവിടെ സമൃദ്ധമായി ലഭിക്കുന്ന ഒന്നാണ് ഞൊങ്ങ് കുറേ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ എങ്ങനെയുണ്ട് സാറേ? ഞൊങ്ങ എങ്ങനെയുണ്ട്? കൊള്ളാം, ടേസ്റ്റ് ഉണ്ടോ? ആണ് ഞാൻ ചോദിച്ചത്. ഇവിടെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാത്ത നല്ലത്. സ്വാഭാവികമായിട്ട് ഏതാ വ്യത്യാസമൊന്നുമില്ല. മലപ്പുറത്ത് എന്താ അതിന് പറയുന്നത്? മലപ്പുറത്ത് പൊങ്ങെന്ന് പറയും. പൊങ്ങ്. ആ ശരി. അവിടെ എല്ലാവരും നമ്മളിത് ഇങ്ങനെ ഈ കൊട്ടത്തേക്ക് ഉണങ്ങി കഴിയുമ്പോഴല്ലേ കിളുത്ത് വരുന്നതല്ലേ പൊങ്ങ്? ഇവിടെ ഞങ്ങൾ പൊങ്ങെന്നാ പറയുന്ന കൊല്ലത്ത്. അവിടെ ഞൊങ്ങ് അല്ലേ? അല്ലേ? അവിടെ പൊങ്ങ്. മലപ്പുറത്ത് പൊങ്ങ് എന്ന് പറയും. ശരി. റോഡ് സൈഡിലൊക്കെ വണ്ടിയിൽ വെച്ച് വിൽക്കുന്നുണ്ട്.
ആദ്യം അത് കിട്ടൂല, കാരണം ഇതേപോലെ മുളച്ച തേങ്ങ മൊത്തത്തിൽ കുറവല്ലേ. ആ അതെ അതെ അതെ. ഈ മുളച്ച തേങ്ങ എവിടെയെങ്കിലും സംഘടിപ്പിച്ചു. ഇപ്പൊ കൊല്ലത്തെന്ന് പറഞ്ഞാൽ ഇത് മുളപ്പിച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. ഇത് പൊങ്ങിന് വേണ്ടിയിട്ട് ഞൊങ്ങിന് വേണ്ടിയിട്ടേ മുളപ്പിച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. ആ ആദ്യം അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലായിരുന്നു. ആ ആൾക്കാരെ തന്നെ വീട്ടിൽ ഈ ലെവലിൽ ആവണം. തേങ്ങ കുറവായിരിക്കും. തേങ്ങ കുറവാണ് ഇപ്പൊ കേരളത്തിൽ കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ കൊട്ട തേങ്ങ ആവുന്നവരൊന്നും ആരും കാത്തിരിക്കത്തില്ല. പിന്നെ എപ്പോഴെങ്കിലും അറിയാതെ കുടുങ്ങിയാലേ ഉള്ളൂ. അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. ആ ശരി കേട്ടോ കേട്ടോ. കരിക്ക് വെട്ടി കുടിക്കാം. അത് തന്നെ. മറ്റത് ഉച്ചക്കത്തേക്ക് കേട്ടോ മീൻ. അത് ഇച്ചിരി ഇളവാ ഇപ്പോൾ. ശ്രമിച്ചിട്ടുണ്ടോ ഇങ്ങനെ? ഗ്രില്ല് ചെയ്ത ആ മീൻ കഴിക്കാൻ പരുവായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 തരം മീനാണ് നമ്മൾ ഗ്രില്ല് ചെയ്തത്. അതിൽ ഒരു മീൻ എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. വന്നിട്ട് മേലക്ക് യൂട്യൂബർ തായി കൊടുത്ത് യൂട്യൂബർ അങ്ങോട്ട്